മുൻ DGP ആർ ശ്രീലേഖയെ നഗരസഭയുടെ പദവികളിൽ നിന്നും തൊടിക്കാതെ വെറും കൗൺസിലർ മാത്രമാക്കി BJP ഒതുക്കിയിരിക്കുകയാണ്. തന്ത്രപരമായ നീക്കമായിട്ടായിരുന്നു മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള ആളെ കണ്ടെത്താൻ BJP ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 14 ദിവസമാണ് മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരെ കണ്ടെത്താനെടുത്തത്. അതായത് സ്ഥാനമാനങ്ങൾക്കുള്ള അവകാശവാദവും പിടിവലിയും ഇതുവരെ നടന്നുവെന്നാണ് മനസ്സിലാക്കുന്ന കാര്യം. മേയർ പദവിക്കായി VV രാജേഷ്, ആർ ശ്രീലേഖ, കരമന അജിത് എന്നിവർ അവകാശവാദം ഉന്നയിച്ചവരിലുണ്ട്. ഇതിൽ ആർ ശ്രീലേഖ മാത്രമാണ് രാഷ്ട്രീയക്കാരിയല്ലാത്തത്. അതുകൊണ്ട് തന്നെ മേയർ ആകുന്നത് ആരായിരിക്കണമെന്ന വലിയ ആശങ്ക BJPക്ക് ഉണ്ടായിരുന്നു. ആർ ശ്രീലേഖയെ മേയറാക്കുമെന്ന പ്രചാരണമാണ് പൊതുവിൽ കേട്ടത്. കാരണം കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP എന്ന പദവി BJPക്ക് വലിയ മാർക്കറ്റായിരുന്നു. അവരത് ഇലക്ഷന്റെ സമയത്ത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ രാജേഷിന്റെയും കരമന അജിത്തിന്റെയും രാഷ്ട്രീയ പരിചയവും ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വീണ്ടും ചർച്ച നടന്നു. ഈ ചർച്ചയിൽ മുൻ DGP ആർ ശ്രീലേഖയെ മേയറാക്കുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. വിഷയത്തിൽ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തു. സംഘടനാ ജനറൽ സെക്രട്ടറി S സുരേഷും തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ശ്രീലേഖയെ വീട്ടിലെത്തി അടിയന്തരമായി സന്ദർശിക്കുകയും ചെയ്തു. തലസ്ഥാനത്ത് മുൻ DGP ആർ ശ്രീലേഖ മേയറാകുമെന്നായിരുന്നു ഇന്നലെ രാവിലെ വരെ വന്ന സൂചനകൾ. BJPയിലെ അവസാനവട്ട ചർച്ചകളിൽ ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കവും. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് കോർപ്പറേഷൻ ഫലം. സംസ്ഥാനത്തെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ മേയറാകുമ്പോൾ ഒന്നുകൂടി ചർച്ചയാകുമെന്നും പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഗുണം ചെയ്യുമെന്നുമായിരുന്നു വിലയിരുത്തൽ. അവസാന നിമിഷം ഒരു വിഭാഗം നേതാക്കൾ എതിരഭിപ്രായം പ്രകടിപ്പിച്ചതോടെ രാജേഷിനായി മുൻതൂക്കം. സിമി ജ്യോതിഷ്, GS മഞ്ജു, ആശാനാഥ് എന്നീ പേരുകളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് പരിഗണിച്ചത്. ആർ ശ്രീലേഖയെ മേയറാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ കളിയാക്കൽ. BJPയുടെ പ്രഖ്യാപനം കേട്ട് കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. എന്തായാലും മേയറായി VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയറായി ആശാനാഥിനെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയെ പരിഗണിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണാം.